ഗോവിന്ദചാമിയെ കണ്ണൂർ തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്ന് പുറത്തെത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളും നാട്ടുകാരിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് ഗോവിന്ദചാമിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും മറ്റൊരു വിൻഡോയിൽ കാണുന്നത് ഗോവിന്ദചാമിയെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളുമാണ്. ഗോവിന്ദചാമിയെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ഇതാണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ. എം ജി മിഥുൻ ചേരുന്നു. മിഥുൻ, പല കാര്യങ്ങളും തമ്മിൽ ചേർന്ന് പോകുന്നില്ലല്ലോ. ഇപ്പോൾ ബൽറാം കുമാർ ഉപാധ്യായ ജയിൽ മേധാവി പറയുന്നത് 7 മണിക്കാണ് പോലീസിന് വിവരം കൊടുത്തത് എന്നാണ്. പക്ഷേ ഈ 4:15 ജയിലിന് പുറത്തു വന്നത് എന്ന മറ്റൊരു വിവരം കൂടിയുണ്ടല്ലോ. അപ്പോൾ എവിടെയോ പൊരുത്തക്കേടുകൾ ഉണ്ടല്ലോ അന്വേഷണം തുടങ്ങുവാൻ വൈകി എന്ന കാര്യത്തിൽ. മനുഷ്യ തീർച്ചയായും അതായത് വളരെയധികം വ്യക്തത ഇക്കാര്യത്തിൽ വരേണ്ടതായിട്ടുണ്ട്. കാരണം സ്വാഭാവികമായും എങ്ങനെ ഒരു കൈയുള്ള ഒരാൾക്ക് ആരുടെയും സഹായമില്ലാതെ പുറത്തുനിന്നോ അല്ലെങ്കിൽ അകത്തുനിന്നോ ഒരു സഹായമില്ലാതെ ഇവിടെ നിന്ന് ചാടാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഈ അതീവ സുരക്ഷയുള്ള 10B ബ്ലോക്കിൽ നിന്നാണ് ഈ പ്രതി രക്ഷപ്പെട്ടത് എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു ത്രികോണ ആകൃതിയിലുള്ള ഒരു ബ്ലോക്കാണ് ഈ 10B ബ്ലോക്ക് എന്ന് പറയുന്നത്. അവിടെ 4 ഉദ്യോഗസ്ഥർക്ക് സുരക്ഷയുണ്ട്. ഈ 4 പേരും രാത്രിയിൽ ഉറങ്ങാതെ ഇരിക്കണമെന്നുള്ളത് തന്നെയാണ്. 3 പേർ പൂർണ്ണമായും ഇവരെ നിരീക്ഷിക്കണം. അതായത് ആ ബ്ലോക്കിലുണ്ടായിട്ടുള്ള പ്രതികളെ എല്ലാം തന്നെ രാത്രി മുഴുവൻ സമയം നിരീക്ഷിക്കണം. ഒപ്പം തന്നെ ഈ കോറിഡോർ കൂടി നിരവധി തവണ നടക്കണം. ആ രീതിയിലാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ അവിടെ മുഴുവൻ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു മതിലുണ്ട്, ആദ്യത്തെ മതിൽ. ആ മതിൽ ചാടിക്കടക്കണമെങ്കിൽ ആ മതിലിനോട് ചേർന്ന് തന്നെ 10 അടി ആഴത്തിൽ കുഴി കുഴിച്ചിട്ടുണ്ട്. കാരണം അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആ മതിൽ ചാടിക്കടക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ട് ആ മതിൽ ഒരു പക്ഷേ ചാടിക്കടക്കാനായി എങ്കിൽ പോലും തന്നെ പിന്നീടുള്ള മതിൽ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട മതിൽ ചാടിക്കടക്കണമെങ്കിൽ 7 മീറ്ററോളം ഉയരമുള്ള ഒരു മതിലാണ്. ഒപ്പം തന്നെ അതിന് മുകളിലേക്ക് ഈ ഫെൻസിംഗ് ഉണ്ട്, അതും ഇലക്ട്രിക് ഫെൻസിംഗ് ആണ്. അത് എങ്ങനെ ഓഫായി അല്ലെങ്കിൽ അത് ഓഫായ സമയം എങ്ങനെ ഈ പ്രതിക്ക് തിരിച്ചറിയാനായി? അതിൽ ഏതെങ്കിലും തരത്തിൽ അകത്തുള്ള ആരുടെയെങ്കിലും ഉദ്യോഗസ്ഥ തരത്തിലുള്ള ആരുടെയെങ്കിലും ഒരു പിന്തുണയില്ലാതെ അല്ലെങ്കിൽ ഒരു സഹായമില്ലാതെ പ്രതിക്ക് ഒരു കാരണവശാലും അവിടെ നിന്ന് ചാടാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അത് എങ്ങനെ സാധിച്ചു എന്നുള്ള അന്വേഷണത്തിലേക്കാണ് ഇനി കടക്കേണ്ടതായിട്ടുള്ളത്. മറ്റൊന്ന് 1:15 കൂടിയാണ് ഈ പ്രതി അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അതിനു മുമ്പ് ഇപ്പോൾ ജയിലിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് 1:05 ഈ സമയം സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിലേക്കൂടെ നടന്നു പോയിരുന്നു. ആ സമയം ആ ജയിലിനോട് ചേർന്നായിരുന്നു ഈ പ്രതി പുതച്ചു മൂടി കിടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ആ സമയത്ത് വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു, അതിശക്തമായ മഴയുണ്ടായിരുന്നു. പുതച്ചു കിടന്നുറങ്ങുന്നത് കാണുകയും ചെയ്തത് എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് 1:15 കൂടി ഈ ജയിൽ ചാടി ഗോവിന്ദചാമി ഈ മതിലിൻ്റെ ഭാഗത്തേക്ക് വരുന്നു. അവിടെ നിന്ന് ഈ മുൻകൂട്ടി തയ്യാറാക്കിയതുപോലെ തന്നെ ഏകദേശം മാസങ്ങളോളം എടുത്ത ആസൂത്രിതമായ നീക്കമാണ് ഇപ്പോൾ ജയിൽ ചാട്ടത്തിലേക്ക് എത്തുകയും ചെയ്ത്. ഒപ്പം തന്നെ ജയിൽ വരാന്തയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ സെല്ലുകളിൽ CCTV ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആ സെല്ലുകളിൽ സ്ഥാപിച്ചിരുന്നില്ല, അല്ലെങ്കിൽ സ്ഥാപിച്ചിരുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കാതിരുന്നതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഫെൻസിംഗിൽ വൈദ്യുതി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മുൻകൂട്ടി ഈ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് അറിയിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ആ സമയമാണോ വൈദ്യുതി പോയത്, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള സമയങ്ങളും ഈ ഫെൻസിങ്ങിലൂടെ വൈദ്യുതി പ്രവാഹമില്ലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അത് എന്തുകൊണ്ട് അറിയിച്ചില്ല? അതൊരു വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ്. ഈ 1:10 ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1:05 ഈ വാർഡൻ അവിടെ എത്തി ടോർച്ച് അടിച്ച് നോക്കുന്നു. ആ സമയം സെല്ലിനകത്ത് ഈ ഗോവിന്ദചാമി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ പോലും ഈ ജയിലിൻ്റെ കമ്പികൾ അത് മുറിച്ചു മാറ്റിയത് ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആ സമയത്ത് എങ്ങനെ അത് ഈ വാർഡൻ്റെ കണ്ണിൽ പെട്ടില്ല എന്നുള്ളതാണ്. 2 കമ്പികളാണ് മുറിച്ചു മാറ്റിയത്. ആ 2 കമ്പികൾ മുറിച്ചു മാറ്റിയത് എന്തുകൊണ്ട് ഈ വാർഡൻ്റെ കണ്ണിൽ പെട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ 1:05 ഇയാൾ ടോർച്ച് അടിച്ച് നോക്കിയതിന് ശേഷം 10 മിനിറ്റ് കൊണ്ട് ഈ പ്രതിക്ക് ഒരു കാരണവശാലും ഈ 2 കമ്പികളും മുറിച്ചു മാറ്റാൻ സാധിക്കില്ല. അതിന് കൂടുതൽ സമയമെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത്രത്തോളം വലിയ അലംഭാവം ഉണ്ടാകുന്നു. ആ സമയം ഒരു പക്ഷേ ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് കളവായി നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം ആ സമയത്ത് ഇവർ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഈ
പ്രതിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു അന്വേഷണം കൂടിയുണ്ടല്ലോ. ഇപ്പോൾ ജയിൽ DG ഇക്കാര്യത്തിൽ കള്ളം പറയേണ്ട കാര്യമില്ല. അദ്ദേഹം പറയുന്നത് 7 മണിക്ക് വിവരം പോലീസിനെ അറിയിച്ചു എന്നാണ്. അപ്പോൾ ജയിൽ DGയുടെ കൈവശം വിവരം കിട്ടിയപ്പോഴും ഏതാണ്ട് അത്രയും സമയമായി കാണണം. അതായത് പോലീസ് ആസ്ഥാനത്തും ഈ വിവരം കിട്ടാൻ ഏറെ വൈകിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അത് തന്നെയാണ്. 1:15 രക്ഷപ്പെട്ട പ്രതി അതിനുശേഷം ഇവരെ രാവിലെയോടുകൂടിയാണ് ഈ സംഭവം അറിയുന്നത്. ജയിലിലെ ഉദ്യോഗസ്ഥർ പോലും ഈ സംഭവം അറിയുന്നത്, പ്രതി രക്ഷപ്പെട്ടെന്നുള്ള കാര്യം അറിയുന്നത് രാവിലെ ചെക്ക് ചെയ്യാൻ ചെയ്യുമ്പോഴാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള 10B ബ്ലോക്കിലാണ് ഈ പ്രതി ഉണ്ടായിരുന്നത്. എപ്പോഴും പോലീസിന്റെ കാവലും ഒപ്പം തന്നെ നിരീക്ഷണവും ഉള്ളതാണ്. ഒരു സമയം പോലും ഈ പോലീസുകാർ ഉറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശമുണ്ട്. എപ്പോഴും കോറിഡോറിലൂടെ നടക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. കൂടാതെ ഈ ജയിൽ ഓരോ സെല്ലുകളും കേന്ദ്രീകരിച്ച് പരിശോധന ഓരോ ഈ കോറിഡോറിലൂടെ നടക്കുമ്പോൾ നടത്തണമെന്നുള്ള നിർദ്ദേശം വന്നിരിക്കുകയാണ്. രാവിലെ ആണ് ഈ ഒരു പ്രതി കടന്നു കളഞ്ഞു എന്നുള്ള വിവരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയം ഒന്നും തന്നെ ഇവർ അവിടെ ചെക്കിംഗ് നടത്തിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവുകയും ചെയ്യും. അങ്ങനെ ഒരു ചെക്കിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പ്രതി രക്ഷപ്പെട്ടപ്പോൾ തന്നെ ഇത് കണ്ടുപിടിക്കാനും ഒപ്പം തന്നെ നിർദ്ദേശങ്ങൾ കൈമാറാനും സാധിക്കുമായിരുന്നു. പക്ഷേ രാവിലെ മാത്രമാണ് ഈ ഒരു കാഴ്ചകൾ കാണുന്നത്. പ്രതി രക്ഷപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ അവിടുത്തെ വാർഡൻ ഉൾപ്പെടെ, അതായത് ഒരു ഹെഡ് വാർഡനും ഒപ്പം തന്നെ 2 വാർഡനും അഡീഷണൽ വാർഡന്മാരുമാണ് ഇതിന്റെ ചുമതലയുള്ളത്. ഇവർ 3 പേരും ആ സമയത്ത് എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ഒരു ചോദ്യം വരെ നിൽക്കുന്നു. ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരും. പിന്നീട് രാവിലെ 7 മണിയോട് കൂടിയാണ് ഈ വിവരം ജയിൽ DGക്ക് കൈമാറുന്നത്. തുടർന്നാണ് ലോക്കൽ പോലീസിന് ഈ വിവരം അറിയിക്കുന്നത്. അതായത് ലോക്കൽ പോലീസിനെ വിവരം അറിയിക്കുന്നതിൽ ചില കാലതാമസം ഉണ്ടായി എന്നടക്കമുള്ള ചില ആരോപണങ്ങളും ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും വലിയ സംശയമുളവാക്കുന്നത് ഒറ്റക്കയ്യനാണ്. ഈ ഒറ്റക്കയ്യൻ എങ്ങനെ ഇത്രയും വലിയ മതിൽ ചാടിക്കടന്നു പോയി? അതിന് സഹായം ലഭിക്കാതെ സാധിക്കില്ല. അതായത് അകത്തു നിന്നും പുറത്തു നിന്നും സഹായമില്ലാതെ ഇയാൾക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. മറ്റൊന്ന്, ഈ ഡ്രസ്സ് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. അതായത് ജയിലിൽ കഴിയുമ്പോൾ പ്രത്യേക ജയിലിൽ തന്നെ നൽകുന്ന ചില ഡ്രസ്സുകൾ മാത്രമാണ് നൽകാറ്. പക്ഷേ ഇയാൾക്ക് എവിടെ നിന്ന് ഈ പാൻസും ഷർട്ടും ലഭിച്ചു? ആദ്യം നമ്മൾ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അതിൽ ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട് നടന്നു പോകുന്നതാണ് കണ്ടത്. പക്ഷേ രണ്ടാമത്തെ CCTVയിൽ, അതായത് 9:14 രാവിലെ 9:14 DCC ഓഫീസിന് സമീപത്തൂടെ കടന്നു പോകുന്ന ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് ഇത്തരത്തിൽ ഒരു വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് ബ്ലാക്ക് പാൻറ്റും ധരിച്ചുകൊണ്ട് ചെരുപ്പില്ലാതെ പോകുന്ന ഗോവിന്ദച്ചാമിയായിരുന്നു. അങ്ങനെ ഈ 2 ഡ്രസ്സുകൾ എവിടെ നിന്ന് ഇയാൾക്ക് ലഭ്യമായി? പുറത്തുനിന്നൊരു സഹായമില്ലാതെ ഈ ഡ്രസ്സുകൾക്ക് ഇയാൾക്ക് ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. മറ്റൊന്ന്, ഇതിനുശേഷം